التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം 31-ാമതായി എടുത്തു കൊടുത്ത ഹദീസ് عن أبي العباس سهل بن سعد الساعدي رضي الله عنه. മഹാനായ സഹാബി സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരാൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലിംനി അമലൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹു വഅഹബ്ബനിന്നാസ്. എനിക്കൊരു പ്രവർത്തനം, ഒരു കർമ്മം അങ്ങ് പഠിപ്പിച്ചു തന്നാലും ആ കർമ്മം ഞാൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. അഥവാ ജനങ്ങളുടെ സ്നേഹവും അള്ളാഹുവിൻ്റെ സ്നേഹവും ഇത് രണ്ടും നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കർമ്മം, ഒരു ഇബാദത്ത് അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് നീ വിരക്തി കാണിക്കുക, എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. സഹോദരങ്ങളെ, വളരെ മഹത്തരമായ ഒരു ഹദീസാണിത്. എല്ലാ ഹദീസും ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം വളരെ സുപ്രധാനമായ അടിസ്ഥാനമായ ഹദീസുകളാണ് ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഓരോ ഹദീസ് പറയുമ്പോഴും വളരെ മഹത്തരമായ ഒരു ഹദീസാണ് എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വം അതിനു മാത്രം വലുതാണ്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അവിടുത്തെ അരികിൽ നിന്നും വിജ്ഞാനം നേടിയെടുക്കാൻ, കരസ്ഥമാക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. അതിനുള്ള ഒരു തെളിവാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും നന്മയെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് സഹാബത്തിൻ്റെ രീതിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു തൗഫീഖ് നൽകിയ ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഇൽമ് ചോദിച്ചറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ അതീവ താല്പര്യം ഉണ്ടായിരിക്കണമെന്നാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചത്, വന്ന വ്യക്തി ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു ഇബാദത്ത്, ഒരു കർമ്മം അങ്ങ് പഠിപ്പിച്ചു തരണം. ആ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? അത് ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ സ്നേഹിക്കണം, അള്ളാഹുവിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കണം. അതുപോലെ തന്നെ അതിനുശേഷം ജനങ്ങളുടെ സ്നേഹവും എനിക്ക് കിട്ടണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ്. ഇസ്ഹദ് ഫിദ്ദുന്യ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക.
ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹു നിന്നെ സ്നേഹിക്കും. ഈ ഹദീസിലുള്ള വളരെ സുപ്രധാനമായ ഒരു ഗുണപാഠമാണ് അള്ളാഹു സ്നേഹിക്കും. അൽ ഹുബ്ബ്, സ്നേഹം എന്ന സിഫാത്ത് അള്ളാഹുവിനുണ്ട്. അള്ളാഹു അവൻ്റെ അടിമകളെ സ്നേഹിക്കും. അതുപോലെ തന്നെ അടിമകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടും, സ്നേഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്നേഹം നേടിയെടുക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അള്ളാഹുവിനെ സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നതിലുപരി അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടാവുക, അള്ളാഹു തിരിച്ച് സ്നേഹിക്കുക എന്നതിലാണ് സഹോദരങ്ങളെ കാര്യം. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ലൈസ ശഅ്നു അൻ തുഹിബ്ബ, നീ അങ്ങോട്ട് ഇഷ്ടം പറയുക, സ്നേഹിക്കുക എന്നതിലല്ല കാര്യം, മറിച്ച് വലാകിന്ന ശഅ്ന അൻ തുഹബ്ബ, നീ സ്നേഹിക്കപ്പെടുന്നതിലാണ് കാര്യം. നോക്കൂ നിങ്ങൾ, അള്ളാഹു അവൻ നമ്മെ, അടിമകളായ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ഒരടിമക്ക് ലഭിച്ചാൽ പിന്നെ അവൻ ശിക്ഷയെ ഭയക്കേണ്ടതില്ല. അള്ളാഹു സ്നേഹിക്കുന്ന ഒരാളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് ദുനിയാവിനോട് വിരക്തി കാണിക്കുക. ഇസ്ഹദ് ഫിദ് ദുനിയ, ദുനിയാവിനോട് വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് നീ വിരക്തി കാണിക്കുക, എങ്കിൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ തിരിച്ചു സ്നേഹിക്കും. ഈ ഹദീസിലുള്ള മറ്റൊരു ഗുണപാഠമാണ് ജനങ്ങളുടെ സ്നേഹം നമുക്ക് ആഗ്രഹിക്കാം. എങ്ങനെ? അള്ളാഹു ശറഅാക്കിയ കാര്യം മുഖേന, അഥവാ ദീനിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ എന്നെ സ്നേഹിക്കണം, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് വിചാരിക്കാം, ആഗ്രഹിക്കാം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരുടെയും സ്നേഹം അവന് ലഭിക്കുകയില്ല. എല്ലാവരും നമ്മെ സ്നേഹിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല. മറിച്ച് ജനങ്ങളിൽ നല്ല ആളുകൾ, നല്ല ആളുകളുടെ സ്നേഹം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അതാണ് നമുക്ക് കിട്ടുകയുള്ളൂ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിലേക്ക് തിരിച്ചു മടങ്ങാം. ഇസ്ഹദ് ഫിദ് ദുനിയ, എന്താണ് സഹോദരങ്ങളെ സുഹുദ് എന്ന് പറഞ്ഞാൽ? വിരക്തി എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിൽ നിന്ന് തിരിഞ്ഞു കളയുക, ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവ് തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാതിരിക്കുക, അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ദുനിയാവ് എന്നത് വളരെ നിസാരമായിട്ട് നമുക്ക് തോന്നണം. അതാണ് ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, അയ്യത്റുകൽ ഇൻസാനു മാ യുശ്ഗിലുഹു അനിൽ ആഖിറ, പരലോകത്തെ തൊട്ട്, പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നും അശ്രദ്ധയിലാക്കി കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക. ദുനിയാവ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ദുനിയാവ് മറന്നു കളയുക എന്നല്ല. അള്ളാഹു പറഞ്ഞില്ലേ, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നീ ആഖിറത്ത്, പരലോകം ആഗ്രഹിക്കുക. ദുനിയാവിൽ എന്തൊക്കെ കിട്ടിയോ അതുകൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് പരലോകമാണ്. ദുനിയാവിൽ ഒരാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് ആഖിറമായിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ട്, റബ്ബിന് ഇഷ്ടമുള്ള മാർഗത്തിൽ അത് ചിലവാക്കിക്കൊണ്ട്
അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. അതാണ് ദുനിയാവിൽ അള്ളാഹു എന്തൊക്കെ തന്നോ അതുകൊണ്ട് ആഖിറം പ്രതീക്ഷിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, അള്ളാഹു പറഞ്ഞു ദുനിയാവിലുള്ള നിന്റെ ഓഹരി നീ മറന്നു പോകരുത്. ദുനിയാവ് ആവശ്യമുള്ളത് സ്വീകരിക്കാം. ദുനിയാവിൽ ഒരാൾക്ക് അള്ളാഹു നൽകിയതുപോലെ, അള്ളാഹു ഓരോരുത്തർക്കും നൽകുന്നത് പോലെ അവർക്ക് ഇഷ്ടാനുസരണം ദുനിയാവ് ഉപയോഗിക്കാം. പാടെ ദുനിയാവിനോട് വിരക്തി എന്ന് പറഞ്ഞ് നല്ല വസ്ത്രം ധരിക്കാതെ, നല്ല ചെരുപ്പ് ധരിക്കാതെ, സുഗന്ധം ഉപയോഗിക്കാതെ ആ രൂപത്തിൽ അലസമായി നടക്കുക എന്നതല്ല സുഹുദ് എന്ന് പറഞ്ഞാൽ. മറിച്ച് സുഹുദ് എന്ന് പറഞ്ഞാൽ, വിരക്തി എന്ന് പറഞ്ഞാൽ, ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന ദുനിയാവിന്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതോടൊപ്പം ദുനിയാവിൽ ആഖിറത്തിനെ മറപ്പിച്ചു കളയുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ദുനിയാവ് തൊണ്ടയിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ, അല്ലാഹുവേ ദുനിയാവ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കരുതേ. വലാ മബ്ലഗ ഇൽമിനാ, നമ്മുടെ വിജ്ഞാനത്തിന്റെ ആകത്തുക അത് ദുനിയാവാക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എല്ലാ സമയത്തും സദാസമയം ദുനിയാവ് 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 എന്നത് നീ ആക്കല്ലേ റബ്ബേ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച വിജ്ഞാനം എടുത്തു നോക്കിയാൽ ആകത്തുക വിജ്ഞാനം മാത്രം, ദുനിയാവ് മാത്രം, ഭൗതിക വിജ്ഞാനം മാത്രമാക്കി മാറ്റല്ലേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിരക്തി എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ആന്തരികമായും ബാഹ്യമായും നമ്മൾ വിരക്തി കാണിക്കേണ്ടതുണ്ട്. എന്താണ് ആന്തരികമായ വിരക്തി, ബാഹ്യമായ വിരക്തി? ആന്തരികമായ വിരക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട വിരക്തിയാണ്. ദുനിയാവിൽ അറിയപ്പെടാൻ, പ്രശസ്തനാവാൻ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടരുത്, ആഗ്രഹിക്കരുത്. ശുഹ്റത്ത്, പ്രസിദ്ധനാവുക എന്നതിനു വേണ്ടി നമ്മൾ പണിയെടുക്കരുത്. അതുപോലെ ബാഹ്യമായി ചെയ്യേണ്ട കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. അഥവാ നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരത്തിന് ചെയ്യാനുള്ളത് എന്താണ്? ആഖിറത്തിൽ നിന്ന്, പരലോകത്തിന്റെ കാര്യത്തിൽ നിന്ന് നമ്മെ ശുഗലിലാക്കി കളയുന്ന, തെറ്റിച്ചു കളയുന്ന, തിരക്കിലാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അത് സംസാരമാവട്ടെ, ഭക്ഷണമാവട്ടെ, അതുപോലെ പാനീയങ്ങളാവട്ടെ, ദുനിയാവിന്റെ മറ്റ് സുഖ സൗകര്യങ്ങളാവട്ടെ, എന്തുമാവട്ടെ. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഭൗതിക വിരക്തി ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ആഖിറത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ ആന്തരികമായും ബാഹ്യമായും ഉപേക്ഷിക്കുക. അഥവാ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ആ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്നാണ്. 3 രൂപത്തിലാണ് സുഹുദ് ഉള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അഥവാ ജനങ്ങൾ 3 തട്ടിലാണ് ഈ വിഷയത്തിൽ. ഒന്നാമത്തേത് എല്ലാവരും പാലിക്കേണ്ടതാണ്. എല്ലാവരും ഈ സുഹുദ് പാലിക്കണം. ഏതാണത്? അസ്സുഹുദു ബിതർക്കിൽ ഹറാം, ഹറാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള സുഹുദ്. കാരണം ഹറാം നമ്മെ എന്ത് ചെയ്യും? ആഖിറത്തിൽ നിന്നും പരലോകത്തെ തൊട്ട് തെറ്റിച്ചു കളയും. തീർച്ചയാണ് ഹറാമായ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ പരലോകം നശിപ്പിക്കും. അപ്പൊ ഹറാം ഉപേക്ഷിക്കുക, അതിനോട് വിരക്തി കാണിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്. അതെല്ലാവരും ചെയ്തിരിക്കണം. രണ്ടാമത്തെ പടി, രണ്ടാമത്തെ ദറജ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അധികമായി വരുന്ന, ആവശ്യം കഴിഞ്ഞ്, അത്യാവശ്യം കഴിഞ്ഞ് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അത്യാവശ്യത്തിനുള്ള വസ്ത്രമാവട്ടെ, അതുപോലെ ഭക്ഷണമാവട്ടെ, എന്തുമാവട്ടെ, അത് കഴിഞ്ഞ്
അധികമായി വരുന്ന കാര്യം ഉപേക്ഷിക്കുക. അത് ജനങ്ങളിൽ കുറച്ചുകൂടി മതപരമായി ദീനിയായി ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കാണ് സാധിക്കുക. മൂന്നാമത്തെ ജനങ്ങളിലുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് ചെറിയ കറാഹത്തായ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ല, എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യവുമില്ലാത്ത അതുപോലെയുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതെ പരലോകത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന നിസാരമായ കാര്യങ്ങൾ വരെ ഉപേക്ഷിക്കുന്ന, അതിനോട് വിരക്തി കാണിക്കുന്ന ആളുകൾ, അത് ഏറ്റവും ഉയർന്ന പദവിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, വഹാദ സുഹ്ദുൽ ആരിഫീൻ, അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളുകൾ. അഥവാ ഒരു സെക്കൻഡ് പോലും, ചെറിയ സമയം പോലും വെറുതെ പാഴാക്കി കളയാത്ത ആളുകൾ, ആഖിറത്തിനെ ബാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷിക്കുന്ന ആളുകൾ എന്നാണ്. ഇങ്ങനെ പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിലെല്ലാം ഒരാൾ ഭൗതിക വിരക്തി കാണിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടും. യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹു സ്നേഹിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുഹുദ് കാണിച്ചാൽ സ്നേഹിക്കുമെന്ന് പറഞ്ഞത്? കാരണം സുഹുദ് ഉണ്ടായാൽ, ഈ പറഞ്ഞ വിരക്തി ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക ലോകത്ത് ഈ പറഞ്ഞ ദുനിയാവിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചാൽ ആഖിറം മറന്നുപോകും. അതുകൊണ്ടാണ് അള്ളാഹു ദുനിയാവിൻ്റെ ഹഖാറത്ത്, അത് എത്രമാത്രം ചെറുതാണ്, അത് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാണ് അതിലുള്ളത് എന്ന് അള്ളാഹു പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം അള്ളാഹു പറയുകയാണ്, ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അതുപോലെ തന്നെ പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുപോലെ അള്ളാഹു വേറെ ചില ആയത്തുകളിൽ പറഞ്ഞില്ലേ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു. എങ്ങോട്ട് നോക്കിയാലും പളവളപ്പുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് മാത്രമാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായും ദുനിയാവിലെ ജീവിതം, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് അള്ളാഹു പറയുകയാണ്, ലഹുവുൻ വലഇബുൻ വസീനത്തുൻ, കളിയും വിനോദവും അലങ്കാരവും പരസ്പരമുള്ള പെരുമ നടിക്കലും, സ്വത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ദുനിയാവും, അത് മാത്രമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഐഹിക ലോകം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരീക്ഷണത്തിന്റെ കേന്ദ്രമാക്കി നിശ്ചയിച്ചതാണ്. അതിൽ നിന്ന് പരലോകത്തേക്ക് വേണ്ട ഓഹരി എടുക്കുക, എന്നിട്ട് പരലോകം നേടിയെടുക്കുക എന്നതാണ്. നേരത്തെ നമ്മൾ സൂറത്തുൽ ഖസസിലെ ആയത്ത് കേട്ടില്ലേ, വബ്തഗി ഫീമാ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറ. ദുനിയാവിൽ എന്തൊക്കെ കിട്ടിയോ അതുകൊണ്ടൊക്കെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദാറുൽ ആഖിറത്ത് നേടാൻ വേണ്ടിയാണ്. അതോടൊപ്പം വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിന്റെ ഓഹരി നീ മറന്നു പോവുകയും ചെയ്യരുത് എന്നാണ്. ഇപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു അതുകൊണ്ടാണ് നമ്മെ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരടിമ ഭൗതിക വിരക്തി കാണിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കും. ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ വലിയകളെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ അവിടുന്ന് പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ വലിയനോട് വെറുപ്പ് കാണിച്ചത്, ശത്രുത വെച്ച് പുലർത്തുന്നത്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമാ തഖറബ അബ്ദി ഇലയ്യ ബിശൈഇൻ
അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. അള്ളാഹുവിന്റെ വലിയാവാനുള്ള മാനദണ്ഡം പറയുകയാണ്. അള്ളാഹുവിനോട് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരടിമ അടുക്കും. എന്നിട്ടോ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവുമായി അടുക്കുന്നതോടൊപ്പം തന്നെ ആ അടിമ, അള്ളാഹുവിന്റെ വലിയാകുന്ന അടിമ, നവാഫിൽ കൊണ്ടും അഥവാ സുന്നത്ത് ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുമായി കൂടുതൽ അടുക്കും. ഹത്താ ഉഹിബ്ബഹു, അപ്പോൾ അള്ളാഹു അയാളെ സ്നേഹിക്കും. പിന്നെ അള്ളാഹു സ്നേഹിച്ചാൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി ഹദീസിൽ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നോക്കൂ, ഫർള് ചെയ്യാൻ തന്നെ ദുനിയാവുമായി അള്ളിപ്പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സാധിക്കുകയില്ല. ജോലി അതുപോലെയുള്ള കാര്യങ്ങൾ, ജമാഅത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ചിലപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഇതിലെല്ലാം ഒരാൾ ശ്രദ്ധ പുലർത്തുമ്പോഴാണ് അയാൾ യഥാർത്ഥ ഭൗതിക വിരക്തിയുള്ള ആളാവുകയും എന്നിട്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ വലിയായി തീരുന്നത്. അള്ളാഹു ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന്റെ വലിയന്റെ പദവിയിലുള്ള ആളാണ്. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക എന്നുള്ളത് സഹോദരങ്ങളെ നിസ്സാരമായ കാര്യമല്ല. ഈ ഹദീസിൽ കേട്ടില്ലേ, ഫർള് മുഴുവനും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുകയാണ്. ഫർളുകൾ മുഴുവൻ കൃത്യമായി അതിൻ്റെ തനതായ രൂപത്തിൽ വീഴ്ചകൾ വരാതെ ചെയ്യാൻ സാധിച്ചോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊട്ടു മുന്നേ കേട്ട ഹദീസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഫർളുകൾ അത് കൃത്യമായി പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഫർളും അതിന് ശേഷമുള്ള ഐച്ഛിക കർമ്മങ്ങൾ. ഇപ്പൊ നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐച്ഛിക കർമ്മങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അത് സുന്നത്ത് നിസ്കാരല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, ദിക്റുകളല്ലേ എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ ആ ദിക്ർ ചെല്ലാതിരുന്നാൽ സംഭവിക്കുന്ന എന്താണ്? ആഖിറത്തിലേക്കുള്ള നമ്മുടെ കർമ്മങ്ങളിൽ കുറവ് വരികയാണ്. എന്താണ് നമ്മെ അത് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? നമ്മുടെ ദുനിയാവാണ്. നിസ്കാരം കഴിഞ്ഞു, ദിക്ർ ചൊല്ലണം, നമ്മൾ എഴുന്നേറ്റ് പോകും. എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്? ദുനിയാവിന്റെ കാര്യത്തിന്, ജോലിക്കാണ്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാണ്. അതാണ് സഹോദരങ്ങളെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു അതുകൊണ്ടാണ് നമ്മെ ഇഷ്ടപ്പെടുന്നത്. സുഹൃദ് കാണിച്ചാൽ, വിരക്തി കാണിച്ചാൽ അള്ളാഹു സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരാൾ ഭൗതിക വിരക്തിയുള്ള ആളായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. മൻ ശഗലഹുൽ ഫർളു അനിൻ നഫ്ലി ഫഹുവ മഅദൂർ. ആരെങ്കിലും സുന്നത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഫർള് കാര്യം തിരക്കിലാക്കി കളഞ്ഞാൽ, ഒരാൾ പള്ളിയിലേക്ക് വന്നു, അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഫർള് നിസ്കാരം തുടങ്ങി, അയാൾക്ക് അയാളുടെ എന്തെങ്കിലും കാര്യമുണ്ടായാൽ അയാൾ മഅദൂറാണ്, ഒഴികഴിവുള്ള ആളാണ്. ഫർള് ഒട്ടും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. എന്നാൽ വമൻ ശഗലഹു നഫ്ലു അനിൽ ഫർളി ഫഹുവ മഗ്റൂർ. ഒരാൾ ഐച്ഛിക കർമ്മത്തിന് വേണ്ടി ഫർള് ഉപേക്ഷിച്ചാലോ അവൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഫർള് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ മറ്റു വല്ല കാര്യങ്ങളും തടഞ്ഞാൽ, തിരക്കിലാക്കി കളഞ്ഞാൽ അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് വഞ്ചന സംഭവിച്ചത്? ആഖിറത്തിന്റെ കാര്യത്തിൽ അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മറ്റു ദുനിയാവിൻ്റെ പല കാര്യങ്ങളും രാത്രി മുഴുവനും കളിച്ച് നേരം പുലരുമ്പോൾ കിടന്നുറങ്ങി സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഒഴികഴിവാണ് പറയാനുള്ളത്? എന്താണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്? ദുനിയാവിലെ അയാളുടെ സൗകര്യമാണ്, ദുനിയാവിലെ അയാളുടെ ആ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമമാണ്, ആഗ്രഹമാണ്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ സഹോദരങ്ങളെ ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ദുനിയാവ് ഒരിക്കലും നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങരുത്. ദുനിയാവിൽ പ്രസിദ്ധി നമ്മൾ, അതല്ലെങ്കിൽ പ്രശസ്തി നമ്മൾ ഇഷ്ടപ്പെടരുത്, ആഗ്രഹിക്കരുത്. അതുപോലെ ആഖിറത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന വാക്കുകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, ഭക്ഷണ പാനീയം എന്തുമാവട്ടെ, ഏത് വിഷയവുമാവട്ടെ, ഇതിലൊക്കെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം വളരെ
അപകട അവസ്ഥയിലാണ് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം അതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നു, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്. ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ നീ ചെയ്യേണ്ടത് എന്താണ്? ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് വിരക്തി കാണിക്കുക. അഥവാ സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആളുകൾ നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ആളുകളായാലും ശരി, മനുഷ്യന്റെ പൊതുവെയുള്ള പ്രകൃതം അതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റൊരു വ്യക്തിയോട്, മറ്റൊരു മനുഷ്യനോട് ചോദിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം. അള്ളാഹു അനുവദിച്ച മേഖലകളുണ്ട്, അത് അനുവദനീയമാണ്. എന്നാൽ അതല്ലാത്ത സന്ദർഭങ്ങളിൽ ചോദിക്കാതിരിക്കലാണ് ഉത്തമം. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ അവസ്ഥ ആ രൂപത്തിലാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുകയില്ല, മറിച്ച് അവർക്ക് നൽകുന്നതാണ് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നതാണ് ജനങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുക. ഇപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം ഇതാണ്. അവരുടെ കൈകളിലുള്ളതിൽ നിന്ന് നമ്മൾ വിരക്തി കാണിക്കുക. അപ്പോൾ ആളുകളുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടു, അപ്പൊ നമുക്കത് വേണം, ആ രൂപത്തിലുള്ള ചിന്ത, അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അത് ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരുന്നാൽ അത് പ്രയാസമാണ്. അങ്ങനെ ചോദിക്കാതിരുന്നാൽ പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടും. നിങ്ങൾ നോക്കൂ, ഒരാളോടും ഒന്നും ചോദിക്കാതെ നടക്കുന്ന ഒരാൾ, അയാളോട് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും. കാരണം ഒരു കാര്യത്തിനും അയാൾ ഇന്നേ വരെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന ചിന്ത പൊതുവെ ഉണ്ടാകും. അയാൾ വ്യക്തിപരമായ കാര്യം കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇത് സഹോദരങ്ങളെ വളരെ മഹത്തരമായ ഒരു ഗുണപാഠമാണ്. മറിച്ച് നമ്മളെല്ലാ കാര്യവും ആളുകളോട് അനുവദനീയമായ കാര്യങ്ങൾ ചോദിക്കണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷേ ആത്യന്തികമായി അത് ചോദിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്നാണ്. മറിച്ച് റബ്ബിനോട്, അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അള്ളാഹു പറഞ്ഞില്ലേ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. അഥവാ പ്രാർത്ഥിക്കുന്നവൻ, ചോദിക്കുന്നവൻ ചോദിച്ചാൽ ഉത്തരം നൽകാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഒരു കവി പറഞ്ഞതുപോലെ, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ. ആദമിന്റെ മക്കളോട്, മനുഷ്യരോട് നീ നിന്റെ ആവശ്യങ്ങൾ ചോദിക്കരുത്. മറിച്ച് വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബ്. ഒരിക്കലും വാതിലുകൾ കൊട്ടിയടക്കാത്തവനായ അള്ളാഹുവിനോട് നീ ചോദിക്കുക. നിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം എന്താണ്? അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു. നീ അവനോട് ചോദിക്കുന്നത് നീ ഉപേക്ഷിച്ചാൽ അള്ളാഹു നിന്നോട് കോപിക്കും. ഹദീസിൽ വന്ന വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മല്ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി. ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അള്ളാഹു അവനോട് കോപിക്കും. അപ്പൊ നീ ആദമിന്റെ മക്കളോട്, മനുഷ്യരോട് ചോദിക്കരുത്. നിന്റെ മുന്നിൽ ഒരിക്കലും വാതിലുകൾ കൊട്ടിയടക്കാത്ത അള്ളാഹുവിനോട് നീ ചോദിക്കുക. കാരണം അള്ളാഹു നീ ചോദിക്കാതിരുന്നാൽ നിന്നോട് കോപിക്കും. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു. എന്നാൽ ആദമിന്റെ മക്കൾ, മനുഷ്യർ, നീ അവരോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ നിന്നോട് കോപിക്കും. അത് സത്യമാണ് സഹോദരങ്ങളെ. ഒരിക്കൽ ചോദിച്ചാലുള്ള ആ പ്രസന്നതയും ചിരിയും സന്തോഷവും ഒന്നും രണ്ടാമതും മൂന്നാമതും നാലാമതും ചോദിക്കുമ്പോൾ ഉണ്ടാവുകയില്ല. പൊതുവെ അങ്ങനെയാണ്. അത് നമ്മുടെ മക്കള് പോലും 2-3 തവണ ചോദിച്ചാൽ നമ്മൾ നിർത്ത്, കുറെ നേരമല്ലേ ചോദിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരും. അതങ്ങനെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ,
നമ്മുടെ മക്കളെ തന്നെ എടുത്താൽ, പ്രത്യേകിച്ചൊന്നും ഒരാവശ്യവും എടുത്തു പറയാത്ത ചോദിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മളൊരു ഓൻ എത്ര നല്ലവനാണ്, ഓനൊരു ആവശ്യം കൂടെ ചോദിക്കൂല, ഓൻ്റെ കാര്യമായിട്ട് നടക്കും, കൊടുത്താൽ വാങ്ങും എന്ന് പറയും. നോക്കൂ, ജനങ്ങളുടെ ഇഷ്ടം ലഭിക്കാൻ അതാണ് നല്ലത് എന്നാണ്. സത്യമാണത്. അത് എല്ലാ മേഖലകളിലും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ മഹത്തരമായിരിക്കും. ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തീരെ ഒരു കാര്യവും ചോദിക്കരുത് എന്നല്ല. അനുവദിക്കപ്പെട്ട മേഖലകളുണ്ട്, പക്ഷേ ഉത്തമം അതാണ്. സലഫുകളിൽ ചിലർ അവരുടെ വാഹനപ്പുറത്ത് നിന്ന് താഴേക്ക് വല്ലതും വീണാൽ അതുപോലും എടുത്തു തരാൻ ആവശ്യപ്പെടുകയില്ല എന്നായിരുന്നു. അങ്ങനെയുള്ള മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ, അതാണ് ഏറ്റവും നല്ലത്. അത് ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 2 കാര്യങ്ങളാണ് ആ വന്ന വ്യക്തി ചോദിച്ചത്. അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള മാർഗം ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. എന്താണ് വിരക്തി എന്ന് നമ്മൾ ചുരുക്കി മനസ്സിലായി. ജനങ്ങൾ ഇഷ്ടപ്പെടാൻ നേരത്തെ പറഞ്ഞു, ജനങ്ങളുടെ ഇഷ്ടം നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അത് മശ്റൂആയ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം, ദീനിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കണം. ആളുകളെ തൃപ്തിപ്പെടുത്തുക, ആളുകളുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ദീൻ മാറ്റിവെക്കാനല്ല ഈ പറഞ്ഞത്. ദീൻ ഉപേക്ഷിച്ചു കൊടുത്തുകൊണ്ടൊരു സ്നേഹം വാങ്ങലില്ല. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അമ്പിയാക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാവുമായിരുന്നില്ല, വിട്ടുകൊടുക്കാമായിരുന്നില്ലേ. ദീന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പ്രീതിപ്പെടുത്തലോ തൃപ്തിപ്പെടുത്തലോ ഇല്ല. മറിച്ച് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ ഈ പറഞ്ഞ സ്നേഹം ലഭിക്കും. ദീന് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ആ ഇഷ്ടം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മെ സ്നേഹിക്കുക എന്നത് പൊതുവെ അസംഭവ്യമാണ്. ജനങ്ങളിലെ നല്ലവരുടെ ഇഷ്ടം കിട്ടുമോ? അൽഹംദുലില്ലാ, അതാണ് ഖൈർ. നല്ല ആളുകൾ സ്നേഹിക്കുക, അവർ ഇഷ്ടപ്പെടുക എന്നത് വളരെ മഹത്തരമാണ്. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഗുണപാഠങ്ങൾ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മഹബ്ബത്ത്, സ്നേഹം അവനുണ്ട് എന്നത് അവൻ്റെ വിശേഷണമാണ്. അതുപോലെ തന്നെ സഹാബത്തിൻ്റെ അങ്ങേയറ്റത്തെ ഹിർസ്, താല്പര്യം ഈ ഹദീസിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഭൗതിക വിരക്തിയാണ് വേണ്ടത്. അതുപോലെ ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ, അവരുടെ ശത്രുതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ അവരുടെ കൈകളിലുള്ളതിൽ നിന്ന് വിരക്തി കാണിക്കുക എന്നതുമാണ്.